ഇതിൽ രണ്ടുപേരുടെ ലയബിലിറ്റി എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. റിലീഫ് എന്ന് വെച്ചാൽ നാച്ചുറൽ പേഴ്സൺ, അതായത് നിങ്ങളുടെ പേരിൽ കിട്ടുന്ന ഒരു ലൈസൻസ് ആയത് കാരണം ഈ പറയുന്ന ഇൻകം ഈസ് എ നാച്ചുറൽ പേഴ്സൺ ഇൻകം. ഹായ്, ഹലോ, നമസ്കാരം. എക്സ്പെർട്ട് അഡ്വൈസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഇവിടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എക്സ്പെർട്ട് അഡ്വൈസിൽ നമ്മളോടൊപ്പം അതിഥിയെ പങ്കെടുക്കുന്നത് സി ജെയ്സൺ മണ്ഡപത്തിലാണ്, ഫ്രം ഹുസൈൻ അൽ ഷംസി. വെൽക്കം ടു ദ ഷോ എക്സ്പെർട്ട് അഡ്വൈസ്. താങ്ക് യു. ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ യു എയിലെ വ്യവസായികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യു എയിൽ പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ ഒരു ബിസിനസ് മാനേജ് ചെയ്യണം, അതിന്റെ പ്രൊപ്പഗണ്ട എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഫ്രീലാൻസിങ്ങും അല്ലെങ്കിൽ അതുപോലെ തന്നെ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്കിടയിൽ യു എ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്ന ആളുകൾ, അവരല്ലെങ്കിൽ നികുതി കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിന് നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ ആരാണ് ഈ ഫ്രീലാൻസർ എന്ന് പറയുന്ന ഇത് ആരാണ്? റൈറ്റ്. ഇപ്പം എസ്പെഷ്യലി നിങ്ങളിപ്പം പറയുന്നതുപോലെ യു എയുടെ ഒരു ബിസിനസ് സെഗ്മെന്റ് തന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു എയുടെ ഒരു ബിസിനസ് സെറ്റപ്പ് ഓർ ബിസിനസ് കൾച്ചർ ഓവർ ഹിയർ നല്ല ഫേവറബിൾ ആയിട്ട് നീങ്ങുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അത് കാരണം കുറേ പേര് ഈ പറയുന്ന ഈ സിംഗിൾ ഓണേഴ്സ്, അല്ലെങ്കിൽ സ്വന്തം അവരുടെ സ്വന്തം സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒഡീസ വേറെ ഒരു എംപ്ലോയറിന്റെ അടിയിൽ വർക്ക് ചെയ്യാണ്ട് തന്നെ അവരുടെ സ്വന്തമായിട്ട് തന്നെ അവർക്കൊരു ബിസിനസ് നടത്താനും, അവരുടെ സ്വന്തം സർവീസസ് നടത്താനും, അവരുടെ സ്വന്തം ഇൻകം അവരായിട്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നടത്താനും അതിൻ്റെ ഒരു നല്ല കൾച്ചർ അല്ലെങ്കിൽ സെറ്റപ്പ് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് യു എയിൽ എസ്പെഷ്യലി. അപ്പോൾ കാരണം നിങ്ങൾ കറക്റ്റ്ലി ആക്ച്വലി പറഞ്ഞതുപോലെ ലോട്ട് ഓഫ് ഫ്രീലാൻസേഴ്സ് ആർ മൂവിങ് ഇൻ ടു യു എ ആസ് സച്ച്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുറേ ഇൻഫ്ലുവൻസസ് അതിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയി മാറി. അപ്പോൾ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് ഒരു ലൈസൻസ് വേണം. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ടോ, അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ നോക്കിയും കണ്ടും കംപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ഡു ബിസിനസ് ഇൻ ദ യു എ, എസ്പെഷ്യലി ഫോർ ഫ്രീലാൻസേഴ്സ്. അപ്പോൾ ആരാണ് ഈ ഫ്രീലാൻസേഴ്സ്? ഫ്രീലാൻസേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പീപ്പിൾ, അതായത് അവരുടെ സ്വന്തം സർവീസസ് ഇൻഡിപെൻഡൻ്റ്ലി, അതായത് ഒരു എംപ്ലോയറുടെ അടിയിലല്ലാണ്ട് തന്നെ സർവീസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെന്ന് ഒരു ഷോർട്ട് ടേം ആയിട്ട് ഇങ്ങനെ പറയാം. അതായത് ഫ്രീലാൻസേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഹു പ്രൊവൈഡ് സർവീസസ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് ബീങ് കമ്മിറ്റഡ് ടു എനി സിംഗിൾ എംപ്ലോയർ. അപ്പോൾ ഈ ഫ്രീലാൻസേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സ്വന്തം സർവീസസ് തന്നെ കൊടുക്കാം, ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ലിസ്റ്റ് ഓഫ് സർവീസസ് ഉണ്ട്. സേ ഒരു ബേക്കറി അല്ല, ഒരു ബേക്കർ ആവാം, അതായത് വീട്ടിൽ തന്നെ ഇരുന്ന ഒരു ബേക്കർ ആവാം. ഇറ്റ് ക്യാൻ ബി എ ഗ്രാഫിക് ഡിസൈനർ, ഒരു ഫോട്ടോഗ്രാഫർ, ഒരു വീഡിയോഗ്രാഫർ, ഒരു ഇൻഫ്ലുവൻസർ ആവാം, സാധാ ഒരു കൺസൾട്ടൻ്റ് ആവാം, ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാം, ഇറ്റ് ക്യാൻ ബി ഓപ്പറേഷണൽ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നതിൽ ഒരു വലിയ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെ ഈ ഫ്രീലാൻസേഴ്സിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ദേ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം. അപ്പോൾ അവർക്ക് ഈ സ്വന്തം പേരിൽ ഒരു ബിസിനസ് ചെയ്യാം, ഒരു സർവീസ് കൊടുക്കാം, മറിച്ച് അത് പ്രോപ്പർ ലീഗൽ വഴി കൂടെ തന്നെ ചെയ്യേണ്ടിയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദേ വിൽ ഫസ്റ്റ് തിങ് അവർക്ക് വേണ്ടത് ഒരു ലൈസൻസ് തന്നെയാണ്. അപ്പോൾ ഒരു ഫ്രീലാൻസ് ആളാണെന്നുണ്ടെങ്കിലും, അതായത് ഒരു കമ്പനി സെറ്റപ്പ് ഇല്ല, പുള്ളിക്ക് വേറെ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പറ്റില്ല, പുള്ളിയുടെ പേരിൽ തന്നെ ഒരു ലൈസൻസ് കിട്ടും, ചെയ്യുന്നത് പുള്ളിക്കൊരു ഈ ഇന്ന പറഞ്ഞ സർവീസ് തന്നെ ഡെലിവർ ചെയ്യാം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ഫ്രീലാൻസർ ലൈസൻസ് is a requirement itself if they want to provide services in the UAE. സോ ആൾക്കാർ ചിലപ്പം വിചാരിക്കും, എൻ്റെ സ്വന്തം പേര് ഞാൻ തന്നെ ഒരു സർവീസ് ചെയ്യുന്നല്ലേ, ആരും അറിയില്ല, അപ്പോൾ എനിക്ക് വേറെ ലൈസൻസ് വേണ്ടെന്ന് ഇങ്ങനെ പറയുമായിരിക്കും. പക്ഷെ അതല്ല, രാജ്യത്തിന്റെ നിയമം തന്നെ അനുസരിച്ച് കംപ്ലയൻസ് ഇസ് 100% മാൻഡേറ്ററി ഇറ്റ്സെൽഫ്. അപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യം ഒരു ഫ്രീലാൻസ് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ ചില കീ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ, ഒരു ഫ്രീലാൻസർ നമ്മളിപ്പം പറഞ്ഞതുപോലെ അവർക്ക് വേറെ എംപ്ലോയീസിനെ എടുക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ, ഒരു കമ്പനിയോ അല്ല, മറിച്ച് തനിച്ചുമല്ല. ഇറ്റ്സ് എ ബിസിനസ് ദാറ്റ് ദേ ക്യാൻ ഗിവ് ഇറ്റ് സെൽഫ്, ബട്ട് ദേ കാണ്ട് ഹയർ അതർ എംപ്ലോയീസ് ഓവർ ദർ. ആൻഡ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് സർവീസ് കൊടുക്കുമ്പോൾ ഒറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ലോ നിങ്ങൾ ചെയ്യുന്നത്. യു ക്യാൻ ഡീൽ വിത്ത് n നമ്പർ ഓഫ്
കസ്റ്റമേഴ്സ്, ആളുകൾ, എൻ നമ്പർ ഓഫ് കമ്പനീസ്. അപ്പോൾ കുറേ ക്ലയൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഓരോ ക്ലയൻറ്റിന് വേണ്ടിയ സർവീസ് തന്നെ ഇവർക്ക് കൊടുക്കാം. മറിച്ച് ആ സർവീസ് ആ പറഞ്ഞ ലൈസൻസിലുള്ള സർവീസ് തന്നെ ആയിരിക്കണം. ആയിരിക്കണം എന്നുള്ളത്. എനിക്കിപ്പം വീഡിയോഗ്രാഫിയുടെ സർവീസ് എടുത്തിട്ട് ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി പോയി കൊടുക്കാൻ പറ്റില്ല. അത് തെറ്റ് തന്നെയാണ്. അതൊരു ലീഗൽ കംപ്ലയൻസ് ഇഷ്യൂ തന്നെയാണ്. ഓക്കെ. സെയിം വേ അറൗണ്ട് ഞാനൊരു ഫൈനാൻസ് കൺസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈസൻസിൽ ഫൈനാൻസ് കൺസൾട്ടൻസി എന്നൊരു ആക്ടിവിറ്റി എനിക്ക് എടുത്തിട്ടേ ആ ഒരു സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. പാടുള്ളൂ. എനിക്ക് ഈ ഒരു ലൈസൻസിന് പുറമെ എന്ത് ചെയ്യാം? എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. അതിൻ്റെ പുറമെ തന്നെ എനിക്ക് ഫണ്ട്സ് റിസീവ് ചെയ്യാം. ഓക്കെ. കമ്പനീസിനും ഇതൊരു അലൗഡ് എക്സ്പെൻസ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നിങ്ങളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ എടുക്കുക. ഓക്കെ. അപ്പോൾ കൺസൾട്ടൻറ്റിനെ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി യു ഹാവ് ടു പേ ഹിം സം ചാർജസ്. യെസ്. ഇയാളൊരു രജിസ്റ്റേർഡ് ഫ്രീലാൻസർ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു എമൗണ്ട് ആക്ച്വലി ഒരു ബിസിനസ് എക്സ്പെൻസ് അല്ല. അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കൂട്ടില്ല. കാരണം കോർപ്പറേറ്റ് ടാക്സ് സൈഡിലോട്ട് വരുമ്പോൾ ഇതൊരു പേയ്മെന്റ് ടു അൺരജിസ്റ്റേർഡ് പാർട്ടി, ഒരു രജിസ്റ്റേർഡ് പാർട്ടി അല്ല. പ്രോപ്പർ ഇൻവോയ്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഇല്ല. അപ്പോൾ എനിക്കതൊരു ബിസിനസ് എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല ഫോർ കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ കമ്പനിക്കും അത് ബാധിക്കുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പല കമ്പനീസും അപ്രോച്ച് ചെയ്യാം, പല ക്ലയൻസിനും അപ്രോച്ച് ചെയ്യാം. കമ്പനീസിനും ഇതൊരു കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ആ ലൈസൻസ് കണ്ടാന്നുണ്ടെങ്കിൽ അവരുടെ ഇൻവോയ്സ് ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ആ ലൈസൻസിന് പുറമെ, അതായത് ഈ സർവീസിന് കിട്ടുന്ന ഇൻവോയ്സും അവർക്ക് പ്രോപ്പറായിട്ട് ഒരു എക്സ്പെൻസ് ബുക്ക് ചെയ്തിരിക്കാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, ആ ലീഗാലിറ്റി കൃത്യമായിട്ട് തന്നെ വരണം. ടിപ്പിക്കലി പറയുന്ന ഈ ഫ്രീലാൻസേഴ്സ് എന്ന് വെച്ചാൽ ഈ മീഡിയ ഫീൽഡ്, IT ഫീൽഡ്, എഡ്യൂക്കേഷൻ ആവാം, കൺസൾട്ടൻസി എസ്പെഷ്യലി നല്ല രീതിയുണ്ട്. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ഇൻ UAE ഒരു ഫ്രീലാൻസർ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു റെസിഡൻ്റ് ആവാം. ഇവിടുത്തെ റെസിഡൻറ്റ് അല്ലാന്നുണ്ടെങ്കിലും ഫ്രീലാൻസർ ലൈസൻസ് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ എസ്പെഷ്യലി നല്ല രീതി ചില ഓൺടർപ്രീനേഴ്സ് ഉണ്ടാവും, നാട്ടിൽ നിന്നായിരിക്കാം, പല കൺട്രീസിൽ നിന്നായിരിക്കാം. അവർക്കൊരു സൈഡ് ഹസിൽ, ഒരു സൈഡ് ഇൻകം വേണമെന്നുണ്ടെങ്കിൽ UAE തന്നെ വന്നൊരു ലൈസൻസ് എടുത്താൽ ആ സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ദേ ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് സം ഗുഡ് മണി ഓവർ ഹിയർ ഇൻ ദ UAE. ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നല്ല രീതി ഫ്ലെക്സിബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഓവർ ഹിയർ. അപ്പോൾ പല ലൈസൻസിങ് അതോറിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് കമ്പനീസ് ദേ ഡെഫിനറ്റ്ലി വാട്ട് യു സേ അഡ്വർടൈസ് ഇറ്റ് ദാറ്റ് വേ ഓൾസോ. അതായത് അവർ പറയുന്നത് ബി യുവർ ഓൺ ബോസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ തന്നെ നല്ലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തന്നെയാണ് കുറേ പേര് ഉപയോഗിക്കുന്നത്. ബി യുവർ ഓൺ ബോസ്, നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുക, ഫ്രീലാൻസർ ലൈസൻസ് എടുക്കുക. അതും തുച്ഛമായിട്ടൊരു കോസ്റ്റിന് തന്നെ ദേ ക്യാൻ ടേക്ക് ഫ്രീലാൻസർ ലൈസൻസ്. അതിൻ്റെ പുറമെ തന്നെ ദേ ക്യാൻ അപ്ലൈ ഫോർ വീസ, അപ്പോൾ റെസിഡൻസിയും കിട്ടും. നല്ല രീതി അട്രാക്ഷൻസും ബെനിഫിറ്റ്സും ഇവർ നല്ല രീതി പ്രൊമോട്ടും ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഫ്രീലാൻസർ ആകുമ്പോൾ തന്നെ ഇവരുടെ ടാക്സ് രജിസ്ട്രേഷൻ ഈ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ ആയിരിക്കും? യെസ്. അപ്പോൾ ഈ പറയുന്ന ലീഗലിൻ്റെ കണക്ഷൻ തന്നെ ദേ ഹാവ് ടു ഫോളോ ഇറ്റ് ഓവർ ഹിയർ. ഫോർ എക്സാമ്പിൾ ഇപ്പം ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നറിയാം. ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസ് കിട്ടുന്ന ഇവരുടെ സ്വന്തം പേരിലാണ്, അതായത് വേറെ ഒരു കമ്പനിയുടെ പേരിലല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ മിസ്റ്റർ സിബിൻ ഒരു ഫ്രീലാൻസിങ് ബിസിനസ് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലൈസൻസ് വിൽ ബി യുവർ നെയിം ഇറ്റ്സെൽഫ്, വേറെ ഒരു കമ്പനിയല്ല. സിബിൻ LLC അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയ ഒരു ബ്രാൻഡ് നെയിം അതൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ പേരിൽ തന്നെ ഒരു ലൈസൻസ് കിട്ടും. ആ ലൈസൻസിൽ എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു ലൈസൻസ് വെച്ചിട്ട് തന്നെ നിങ്ങളൊരു സർവീസ് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് ഇൻകമായി മാറി. ആൻഡ് ഈ ബിസിനസ് ഇൻകം ആസ് ഓൾവേസ് ലൈക്ക് മൈ ഫേവറേറ്റ് ടോപ്പിക്, ഇറ്റ് ഇസ് സബ്ജക്ട് ടു കോർപ്പറേറ്റ് ടാക്സ് ഇറ്റ്സെൽഫ് ഓവർ ഹിയർ. ബട്ട് ഒരു റിലീഫ് എന്ന് വെച്ചാൽ നാച്ചുറൽ പേഴ്സൺ, അതായത് നിങ്ങളുടെ പേരിൽ കിട്ടുന്ന ഒരു ലൈസൻസ് ആയത് കാരണം ഈ പറയുന്ന ഇൻകം ഇസ് എ നാച്ചുറൽ പേഴ്സൺ ഇൻകം. അപ്പോൾ ആസ് പെർ UAE കോർപ്പറേറ്റ് ടാക്സ് ലോ ദേ ആർ സെയിങ് ഒരു നാച്ചുറൽ പേഴ്സൺ ഇഫ് ഹി ഈസ് ഹാവിങ് ബിസിനസ് ഇൻകം മോർ ദാൻ 1 million dirhams ഇൻ എ കലണ്ടർ ഇയർ, അത് ജനുവരി ടു ഡിസംബറിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 1 million dirhamsന്റെ റവന്യൂ ബിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ മാത്രം പോയി കോർപ്പറേറ്റ് ടാക്സിന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ 1 million dirhamsന്റെ റവന്യൂയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുന്നില്ല കോർപ്പറേറ്റ് ടാക്സിൻ്റെ. മറിച്ച് VAT രജിസ്ട്രേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് VAT രജിസ്ട്രേഷൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദർ സെയിങ് മാൻഡേറ്ററിലി 375,000 dirhams ക്രോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ലാസ്റ്റ് 12 months മാൻഡേറ്ററി ആയിട്ട് VAT രജിസ്ട്രേഷൻ എടുത്തു വെക്കണം, ചെയ്തിരിക്കണം. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഇല്ലെങ്കിലും ചിലപ്പം 375,000 ക്രോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വാറ്റിൻ്റെ രജിസ്ട്രേഷൻ എടുത്ത് വെക്കണം. അപ്പോൾ ടാക്സ് ഇംപ്ലിക്കേഷനും ഇവർക്ക് വരുന്നുണ്ട്, ബാക്കി രജിസ്ട്രേഷൻസും
ഇവർക്ക് എന്തായാലും അട്രാക്റ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, സിംഗിൾ മാൻ ആണെങ്കിലും ഒരു ബിസിനസ് പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ്, യെസ്. അപ്പോൾ ഓരോ എമിറേറ്റുകൾക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ, ഈ ഓരോ ഫ്രീ സോൺ അതോറിറ്റി ആയിരിക്കുമല്ലോ ഈ ഫ്രീലാൻസർ ഇവർക്ക് വിസ നൽകുന്നുണ്ട്. യെസ്, ഈ പറയുന്ന ലൈസൻസ് തന്നെ പല എമിറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഷാർജ ആയാലും ദുബായിലും അജ്മാൻ ആയാലും ഓരോ എമിറേറ്റിൽ തന്നെ അവരുടെ ലൈസൻസിങ് അതോറിറ്റീസ്, ഓരോ ലൈസൻസിങ് അതോറിറ്റീസ് ഈ ഒരു ടൈപ്പ് ഓഫ് ലൈസൻസ്, ഈ ഒരു ഫ്രീലാൻസർ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് പീപ്പിൾ ക്യാൻ അവൈൽ ഇറ്റ്. ഇപ്പം അജ്മാനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അജ്മാൻ ഫ്രീ സോണിന്റെ അകത്ത് തന്നെ യു ക്യാൻ ടേക്ക് എ ഫ്രീലാൻസർ ലൈസൻസ് എന്ന് പറയുന്നതിൽ ഷാർജ ആയാലും ദുബായ് ആയാലും ഒന്നുകിൽ മെയിൻലാൻഡ് ലൈസൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസർ എന്ന് വെച്ചാൽ ഫ്രീ സോൺ ലൈസൻസും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ബട്ട് ഫ്രീ സോൺ ബെനിഫിറ്റ്സ് ആയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടൂല. ജസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫ്രീലാൻസർ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഫ്രീ സോൺ കമ്പനിയൊന്നും ആവില്ല, നിങ്ങൾ ജസ്റ്റ് അവര് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു പറഞ്ഞ ലൈസൻസ്. അതിന്റെ ആ അതോറിറ്റി അനുസരിച്ച് അത് ഇഷ്യൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കറക്റ്റ്. ആൻഡ് ഓരോ അതോറിറ്റിക്ക് ചിലപ്പം ചില ആക്ടിവിറ്റീസ് മാറാം, അല്ലെങ്കിൽ ഈ വിസയുടെ സ്കീം മാറാം, കോസ്റ്റും നല്ല രീതിയിൽ മാറാം. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ദേ വിൽ ഹാവ് ടു ചൂസ് വിച്ച് വൺ ഈസ് ബെസ്റ്റ് ഫോർ ദം. ഓക്കെ, നമ്മളിങ്ങനെ ഫ്രീലാൻസറിനെ കുറിച്ച് വിശദമായി ഇങ്ങനെ സംസാരിച്ചു. ഒപ്പം തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സോൾ പ്രൊപ്പറേറ്റർ ആരെയാണ് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്താണ്? കറക്റ്റ്. അപ്പോൾ ഇതുവരെ സംസാരിച്ച് ഫ്രീലാൻസർ വി സ്പോക്ക് അബൌട്ട് ഓവർ ഹിയർ റൈറ്റ് നൗ. ഒരു സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും രണ്ടും ഒന്നല്ലേ, ഫ്രീലാൻസറും ഈ പറയുന്ന സോൾ പ്രൊപ്പറേറ്റർ രണ്ടും ഒന്നല്ലേ. ആക്ച്വലി അവർ രണ്ടും രണ്ട് തന്നെയാണ്. ഈ ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ ലൈക്ക് വി സെഡ് ഒരു ലൈസൻസ് എടുക്കണം, പക്ഷെ ലൈസൻസ് കിട്ടുന്നത് ആ വ്യക്തിയുടെ പേരിലാണ്. മറിച്ച് ഒരു സോൾ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റിയുടെ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ഒരു പേര് വെച്ചിട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് വൺ സേ വുഡ് യു സേ ഇപ്പം സിബിൻ അസോസിയേറ്റ്സ് ഓർ സിബിൻ ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി പേര് നിങ്ങൾക്ക് പേര് വെക്കണമെങ്കിൽ വെക്കാം, ഒരു സോൾ എൻറ്റിറ്റിക്ക് വെക്കാം അത്. ആൻഡ് ആ പേരിന്റെ പുറമെ യു വിൽ ഗെറ്റ് എ ലൈസൻസ് ഓവർ ഹിയർ. ബട്ട് ടാക്സ് പർപ്പസിന് രണ്ടും ഒന്നായിട്ട് തന്നെ കൂട്ടും. അതായത് ആ കമ്പനിയും നിങ്ങളും രണ്ടും ഒന്നായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സിന്റെ ലിമിറ്റും ഈ 1 മില്യന്റെ ലിമിറ്റും അവർക്ക് ആപ്ലിക്കബിൾ ആണ്. വാറ്റിന്റെ 375,000 ലിമിറ്റും ആപ്ലിക്കബിൾ ആണ്. ഇതിലൊരു വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ എൻറ്റിറ്റിയുടെ ലൈസൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ആൾക്കാരെ ഹയർ ചെയ്യാം, എംപ്ലോയീസിനെ എടുക്കാം, മൾട്ടിപ്പിൾ വിസാസ് ഇഷ്യൂ ചെയ്യാം ഈ ഒരു എൻറ്റിറ്റിയുടെ പേരിൽ. ഫ്രീലാൻസറിനോ അത് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളിയുടെ സ്വന്തം ഒരു ലൈസൻസ് മാത്രമാണ്. തനിയെ ജോലി ചെയ്യുക, തനിയെ സമ്പാദിക്കാം. കറക്റ്റ്. ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല എംപ്ലോയീസിനെ എടുക്കാം, അവർക്ക് വിസയും കൊടുക്കാം. ഇതിൽ രണ്ടുപേരുടെ ലയബിലിറ്റി എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഒരു കമ്പനി, ഒരു LLC കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ സെറ്റ് ഓഫ് ഓണേഴ്സ് മാറിയാലും ആ കമ്പനി അവിടെ തന്നെ നിലനിൽക്കും. മറിച്ച് ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഫ്രീലാൻസറുടെ ഓണറിനെ മാറ്റി വെച്ചാൽ ആ പറയുന്ന എൻറ്റിറ്റിയേ ഇല്ല. കാരണം അവർ തന്നെയാണ് ഈ പറയുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ ഫ്രീലാൻസർ. ഇതിൽ വരുന്നത് കോസ്റ്റ് മാത്രമാണ് വ്യത്യാസം വരുന്നത് അല്ലേ? കോസ്റ്റ് വ്യത്യാസമുണ്ട്. അതിൻ്റെ പറഞ്ഞൊരു കണ്ടീഷൻസ് ഓർ അഡ്മിനിസ്ട്രേഷൻസ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന ഹയറിംഗ് എംപ്ലോയീസ് തന്നെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ പൊതുവെ പീപ്പിൾ യൂസ് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റി ടു റെപ്രസെന്റ് ദം ആസ് ഒരു കമ്പനി. പക്ഷെ ആക്ച്വലി ഒരു കമ്പനി അല്ല, ഒരു എൻറ്റിറ്റിയാണ് ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എൻറ്റിറ്റിക്ക് വലിയ പ്രോജക്ട്സ് അല്ലെങ്കിൽ വലിയ സപ്ലയേഴ്സ് കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഫ്രീലാൻസർ ചിലപ്പം ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. അപ്പം വലിയൊരു കോൺട്രാക്ട് വർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വലിയ ക്ലയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം ഫ്രീലാൻസേഴ്സിനെ എടുക്കില്ല. കാരണം അത് അവരേ ഉള്ളൂ. അഥവാ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരുടെ കോൺട്രാക്ട് പോവില്ലേ. അപ്പോൾ ദേ ഓൾവേസ് പ്രിഫർ ഒന്നെങ്കിൽ ഒരു കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റി ആയാലും കുഴപ്പമില്ല. കാരണം അതിൽ പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല പല വ്യത്യാസങ്ങളും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രീലാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പല സ്പെസിഫൈ ചെയ്ത് പല മേഖലകൾ നമ്മൾ പറഞ്ഞു. ഓരോ മേഖലകൾ നേരത്തെ വീഡിയോഗ്രാഫർ, ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന മേഖല സ്പെസിഫൈ ചെയ്യുന്നതും അവർക്കും ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. പക്ഷേ കൂടുതൽ ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് എൻ LLC കമ്പനി ക്യാൻ ടേക്ക്, ഓൾമോസ്റ്റ് ഓൾ ദി ആക്ടിവിറ്റീസ് ദാറ്റ് എൻ LLC കമ്പനി ക്യാൻ ടേക്ക്, ഏകദേശം എല്ലാ ആക്ടിവിറ്റീസ് തന്നെ ഇവർക്കും ചെയ്യാൻ പറ്റും. അവർക്കും അവൈലബിൾ ആണ് അതെടുക്കാൻ. പ്രധാനമായിട്ടും ഈ സോൾ പ്രൊപ്പറേറ്ററും ഒപ്പം തന്നെ ഫ്രീലാൻസർ സിംഗിൾ പേഴ്സൺ LLC തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? യെസ്, അപ്പം UAE ഇപ്പം അധികം നാളായിട്ടില്ല, ഇറ്റ്സ് റിലേറ്റീവ്ലി ന്യൂ. അതായത് ഈ സിംഗിൾ പേഴ്സൺ LLC നിങ്ങളിപ്പം പറഞ്ഞാൽ
അപ്പോൾ ആദ്യം പറഞ്ഞു ഫ്രീലാൻസർ. Freelancer. ഫ്രീലാൻസർ വേഴ്സസ് സോൾ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ തമ്മിലുള്ള ഡിഫറൻസും നമ്മളിപ്പം പറഞ്ഞു വെച്ചു. അതെ. ഈ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റും ഒരു സിംഗിൾ പേഴ്സൺ LLC LLC. അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ LLC എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റും ഓക്കെ അധികം നാളായിട്ടല്ലാതെ UAE ഇപ്പം ഉണ്ട്. ഓക്കെ അപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ LLC എന്ന് പറയുമ്പോൾ അത് പക്കായിട്ടൊരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ട് തന്നെ കൂട്ടും. ഓക്കെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ LLC, അതായത് 100% മിസ്റ്റർ സിബിന്റെ പേരിൽ തന്നെ, സിബിന്റെ പേരിലല്ല, സിബിൻ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് ഒരു കമ്പനീനെ യുവർ ഓപ്പണിംഗ് എ ന്യൂ കമ്പനി ഓക്കെ ആസ് എ സിംഗിൾ പേഴ്സൺ LLC കമ്പനി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരും വെക്കാം അതിന്. ഓക്കെ അഥവാ നിങ്ങൾക്ക് ഈ ഒരു കമ്പനീനെ വിൽക്കണമെങ്കിലും യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ യു ക്യാൻ സെൽ ദിസ് കമ്പനി, എ ന്യൂ ഓണർ ക്യാൻ കം ആൻഡ് ദി കമ്പനി വിൽ സ്റ്റിൽ കീപ് റണ്ണിങ് ഓവർ ദർ. ഓക്കെ ഓക്കെ ആൻഡ് ഈ പറഞ്ഞ LLC കമ്പനീനെ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ആഡ് മൾട്ടിപ്പിൾ പീപ്പിൾ ഇൻ ടു ദിസ്. ഓക്കെ മൾട്ടിപ്പിൾ പീപ്പിളിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സിംഗിൾ പേഴ്സൺ LLC എന്ന പേര് മാറി സാധാ LLC ആയി മാറും. മാറും. ലീഗൽ എൻറ്റിറ്റി, ലീഗൽ ടൈപ്പ് തന്നെ അവിടെ മാറുന്നുണ്ട്. ഓക്കെ അപ്പോൾ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ എന്ന് വെച്ചാൽ കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, ഓക്കെ സേ ഒരാൾ കമ്പനി, അതായത് നിങ്ങളുടെ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റിയുടെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ആസ് എൻ ഓണർ യു ഷുഡ് ബി ഏബിൾ ടു സെറ്റിൽ ഇറ്റ്. കമ്പനിയുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പോക്കറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ അത് സെറ്റിൽ ചെയ്യണം. ദാറ്റ് ലയബിലിറ്റി ഈസ് നോട്ട് ലിമിറ്റഡ്, ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. നിങ്ങളും എൻറ്റിറ്റിയും ഒന്ന് തന്നെ. മറിച്ചൊരു 1% കമ്പനി സ്ട്രക്ചറിലോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു 1% കമ്പനിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ഇറ്റ് ഷെയർ ക്യാപിറ്റൽ മാക്സിമം ഓവർ ദർ ഫ്രം ദി ഓണർ പെർസ്പെക്റ്റീവ്. അതായത് അഥവാ കമ്പനിയുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ക്യാൻ ലിക്വിഡേറ്റ് അല്ലെങ്കിൽ ബാങ്ക്രപ്സി ഫയൽ ചെയ്യാം. പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് കെപ്റ്റ് അവേ ഫ്രം ദി കമ്പനി. അപ്പോൾ ആ ഒരു ഇമ്പാക്ട് ഓണറിനെ ഇൻഡിവിജ്വലി ആയിട്ട് ബാധിക്കുന്നില്ല. മറിച്ചൊരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ ആ പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റേറ്റസ് ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ആർക്ക്? സിംഗിൾ പേഴ്സൺ LLC അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ LLC എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിലോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഈ UAE ഒരു പുതിയ അല്ലെങ്കിൽ ദുബായ് പ്രധാനമായിട്ടും ക്രിയേറ്റീവ്സിനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത്തരത്തിൽ ഈ ഫ്രീലാൻസ് വിസ ഇങ്ങനെ കുറെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം UAE പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെ അതാണല്ലോ. നേരത്തെ ഈ പുതിയ അജണ്ടകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ ക്രിയേറ്റീവ്സിനെ എത്തിക്കുന്നു. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് എന്നൊരു ഫോറം കൂടെ നടക്കുന്നത്. അതിൽ കൂടുതൽ പ്രാദേശിക വിപണി പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം കൂടെ UAE നടപ്പിലാക്കുക. ലോക്കലി UAE തന്നെ they want to promote talent as well over here. അപ്പോൾ എസ്പെഷ്യലി ഈ ഒരു കാലത്തിൽ ടെക്നോളജി റിലേറ്റഡ് ഒരു കാലത്തിൽ AI റിലേറ്റഡ് കൺസൾട്ടൻസി ആവാം, ഫിൻടെക് കൺസൾട്ടൻസി ആവാം, ഈ പറയുന്ന ഇച്ചിരി ന്യൂവർ വേർഷൻസ് ഓഫ് ബിസിനസ് സർവീസസ് ഓർ മോഡൽസ് ആർ കമ്മിങ് ഇൻ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സർവീസസ് ഇവിടെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഇവിടെ തന്നെ they want to build it, make it proud from UAE as such. ഇപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇത് പ്രധാനപ്പെട്ട കാര്യം, ഇത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അത് നമ്മൾ അതിലേക്ക് എങ്ങനെ എത്തും? ഓക്കെ, അപ്പം ഈ പറഞ്ഞൊരു 3 കോൺസെപ്റ്റ് ഉണ്ട്: ഫ്രീലാൻസർ, സോൾ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ്, ഓർ വി ഹാവ് സിംഗിൾ പേഴ്സൺ LLC. നമുക്ക് ഈ 3 ഓപ്ഷൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വിച്ച് വൺ ടു ചൂസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട് ആക്ച്വലി. അതായത് ഇപ്പം കൂടുതൽ സോളോ ആയിട്ട് തന്നെ നടക്കുന്ന ചില ആൾക്കാരുണ്ടാകും. അതായത് സോളോ ആയിട്ട് അവരുടെ സർവീസസ് ദേ വോണ്ട് ടു പ്രൊവൈഡ്, സോളോ ആയിട്ട് തന്നെ ദേ വോണ്ട് ടു ഡീൽ വിത്ത് കമ്പനീസ്. അവരുടെ സ്പെഷ്യലൈസ്ഡ് ടാലൻ്റ് ആയിരിക്കാം അവരൊരു സർവീസ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പം കൂടുതൽ ഈ പറയുന്ന IT മേഖലയിൽ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ബേസിക് കൺസൾട്ടൻസി, 1-to-1 കൺസൾട്ടൻസി ആവാം. അപ്പോൾ ഇവർക്കൊക്കെ കൂടുതൽ ദേ മൈറ്റ് പ്രിഫർ ഒരു ഫ്രീലാൻസർ ലൈസൻസ്. കാരണം കോസ്റ്റും അധികം ഇല്ല, അവർക്ക് വേറെ എംപ്ലോയീസിൻ്റെ ആവശ്യമില്ലായിരിക്കാം, അവർക്കൊരു വിസയും കിട്ടും, ആൻഡ് വേറെ ഒരു ഫോർമാലിറ്റീസ് കുറവാണ് കമ്പയർഡ് ടു എ കമ്പനി ഓവർ ഹിയർ. ഒരു കമ്പനീസ് ലോ ഇവിടെ ആപ്ലിക്കബിൾ ആയി വരുന്നില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന പോലെ ഒരു ടാക്സ് റിലീഫ് കിട്ടുന്നുണ്ട്. അപ് ടു 1 million ദിർഹംസ് അവർക്ക് കോർപ്പറേറ്റ് ടാക്സിന് രജിസ്റ്റർ ചെയ്യേണ്ട, അപ് ടു 375,000 വാറ്റിനും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ദാറ്റ് ബെനിഫിറ്റ് ഓൾസോ ദേ ആർ ഗെറ്റിംഗ് ഓവർ ഹിയർ. മറിച്ച് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് ഫേർദർ പോകണമെങ്കിൽ, സേ വലിയൊരു കമ്പനിയായിട്ട് ഡീൽ ചെയ്യണം, അപ്പോൾ ദേ മൈറ്റ് നോട്ട് പ്രിഫർ എ ഫ്രീലാൻസർ, ദേ മൈറ്റ് പ്രിഫർ എ ടീം ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു ടീമിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേസ് ഓഫ് എംപ്ലോയീസ് വേണമെന്നുണ്ടെങ്കിൽ ദെൻ യു വിൽ ഹാവ് ടു കമ്പനി ഫോം ചെയ്യുന്നതിന് മുന്നേ തൊട്ട് താഴെ ഒരു എൻറ്റിറ്റീനെ ഫോം ചെയ്യാം. അതായത് ഈ സോൾ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റി. അപ്പോൾ അത് ഫോം ചെയ്യുമ്പോൾ തന്നെ ദേ ക്യാൻ അവെയിൽ ഓർ ദേ ക്യാൻ ടേക്ക് ഇൻ എംപ്ലോയീസ് ആൻഡ് അതന്നെ ദേ ക്യാൻ യൂസ് ഫോർ ദെയർ പ്രോജക്ട്സ് ഓർ ദെയർ സർവീസസ്. That itself gives a big
what do you say, change over here. Plus, it's not depending on one person. നിങ്ങൾക്ക് പല ആൾക്കാർ ഇതിലുള്ളപ്പോൾ അവരുടെ ഇൻപുട്ടും അവരുടെ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉള്ള കാരണം നിങ്ങൾക്ക് മച്ച് ഹയർ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ rather than a freelancer, little more capacity can be generated by a sole establishment entity over here. Okay. One more further step is where you're going for the LLC structure. LLC structure is most preferred by businessmen in the UAE. Okay. അപ്പോൾ ഒരാൾ അവരുടെ സ്വന്തം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അവർ ഫ്രീലാൻസർ അല്ലായിരിക്കാം, അവർക്ക് വലിയൊരു കപ്പാസിറ്റിയിലോട്ട് ഓടണമെങ്കിൽ ദേ ക്യാൻ സെറ്റപ്പ് എ ബിഗ് കമ്പനി വിത്ത് വൺ ഷെയർ ഹോൾഡർ അണ്ടർ LLC സ്ട്രക്ചർ ഇറ്റ്സെൽഫ്. അപ്പോൾ ആ സ്ട്രക്ചറിലോട്ട് നീങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ പ്രിഫർ an SPS LLC അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർ LLC. അപ്പോൾ അവരുടെ ഒരു നീഡ് അനുസരിച്ച് അവർക്ക് ഏത് ലെവലിലോട്ടാണ് നീങ്ങേണ്ടതെന്ന് അനുസരിച്ചിട്ട് ദേ വിൽ ഹാവ് ടു ഡിസൈഡ് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് വേണ്ടത്. ഇപ്പം ഒരു സോൾ പ്രൊപ്പറേറ്റർ LLC എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇൻസ്റ്റൻ്റ്ലി കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്റ്റർ ചെയ്യണം. റവന്യൂ ഉണ്ടാവില്ലായിരിക്കാം, ബട്ട് ദേ വിൽ സ്റ്റിൽ ഹാവ് ടു രജിസ്റ്റർ ഫോർ കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ ആ ഒരു കംപ്ലയൻസസും കൂടുതലാണ് LLCക്ക് കമ്പയർ ടു എൻ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ലൈസൻസ് ആയിട്ട്. ഒരു ഇത്ര വർഷങ്ങളായി നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിലവിൽ ഫ്രീലാൻസേഴ്സ് വിസയാണോ കൂടുതലായിട്ടും UAE പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണോ കടന്നു വരുന്നത്, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള അത്തരത്തിൽ ഏത് കമ്പാരിറ്റീവ്ലി ഏതായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്? കൂടുതൽ ബൈ ഡിഫോൾട്ട് എന്തായാലും ഇറ്റ് വിൽ ബി സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ SPS LLC അല്ലെങ്കിൽ നോർമൽ LLCs ആയിരിക്കാം. ഇപ്പം എസ്പെഷ്യലി ഇൻ ദ റീസെന്റ് ഇയേഴ്സ് SPS LLC നല്ലൊരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നുണ്ട് UAE തന്നെ. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഗുഡ് ചങ്ക് ഓഫ് പീപ്പിൾ ആർ മൂവിങ് ഇൻ ടു SPS LLC itself. One trend in the UAE that you can see is സാധാരണ LLC ആയിരിക്കാം, say 51% with Emirati local and 49% will be the expat. പക്ഷെ ആ ഒരു നിയമം മാറ്റിയപ്പോഴത്തേക്കും they are getting in terms with the local itself and അവരെ ലൈസൻസിൽ നിന്ന് ഊരിയിട്ട് അവർ തന്നെ 100% ഓണർഷിപ്പിലോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ തനിയെ SPS LLCയിലോട്ട് തന്നെ നീങ്ങുന്നുണ്ട്. അപ്പോൾ they can own 100% of their own companies over here as well. ഈ ഫ്രീലാൻസേഴ്സിന് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ സോൾ പ്രൊപ്പറേറ്റേഴ്സിന് ഈ മറ്റൊരു കാര്യം, നമ്മൾ കൂടുതൽ കമ്പനീസ് നയിക്കുമ്പോൾ ഇപ്പോൾ എമറൈറ്റൈസേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു നമ്പേഴ്സിലേക്ക് എത്താൻ LLCക്ക് മാത്രമല്ല കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റേഴ്സിന് കഴിയും. ഈ ഫ്രീലാൻസറിന് എന്തായാലും ആ ഒരു സാധനം ആപ്ലിക്കബിൾ ആയി വരുന്നില്ല, കാരണം അവർക്ക് വേറെ ആൾക്കാരെ എടുക്കാൻ പറ്റൂല. ബട്ട് സോൾ എസ്റ്റാബ്ലിഷ്മെന്റിനും ഈ പറഞ്ഞ റൂൾ ഇസ് സ്റ്റിൽ ആപ്ലിക്കബിൾ. അതും ഒരു എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത്, അതും ഒരു ലൈസൻസ് ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് കൗണ്ട് കൂടുമ്പോഴത്തേക്കും തന്നെ ദേ വിൽ ഹാവ് ടു ഫോളോ എമറൈറ്റൈസേഷൻ റൂൾസ്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു എസ്കേപ്പ് ഇല്ല, ദേ വിൽ സ്റ്റിൽ ഹാവ് ടു പെർഫോം ദാറ്റ്. ഓക്കെ. എന്തായാലും ഈ UAE കമ്പനി തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ UAE ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു കമ്പനി ഫോം ചെയ്ത്, അല്ലെങ്കിൽ ഒരു LLC മോഡൽ കമ്പനി ഫോം ചെയ്ത് അത്തരത്തിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു കൃത്യമായൊരു സ്ട്രക്ചർ, ഏതൊക്കെ തരത്തിൽ കമ്പനികൾ മുമ്പോട്ട് കൊണ്ടുപോയി, ഏതൊക്കെ തരത്തിലാണ് വിസകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് CA ജേസൺ മണ്ഡപത്തിൽ നടത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് CA ജേസൺ മണ്ഡപത്തിലുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. ഹുസൈൻ അൽ ഷംസി ഇതിന്റെ സേവനങ്ങളൊക്കെ നൽകി തരും. ഒപ്പം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളൊക്കെ എനി ടൈം ഇപ്പം കാണുന്ന പ്രേക്ഷകർക്കും if they want to inquire regarding business setup UAE തന്നെ, എസ്പെഷ്യലി ദുബായ്, ഷാർജ, അജ്മാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എനി എമിറേറ്റ് യു ആർ ടേക്കിംഗ്, കുറേ തരം ബിസിനസ് സെറ്റപ്പ് കമ്പനീസ് ആർ ദെയർ ആൻഡ് നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരായിട്ടും നല്ല രീതിയിൽ ഒന്ന് കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്താലും, അവരായിട്ട് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താലും അപ് ടു ഡേറ്റ്, അതായത് നിലവിൽ ഓടുന്ന റെഗുലേഷൻസ് എന്താണോ ദേ വിൽ ബി അപ് ടു ഡേറ്റ്. അപ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി സംതിങ് ദാറ്റ് ദേ ക്യാൻ ഓൾവേസ് ഗോ ടു ബിഫോർ സ്റ്റാർട്ടിങ് ദെയർ ബിസിനസ്. ഏത് ടൈപ്പ് ലൈസൻസ് എടുക്കേണ്ടതെന്ന് അവരായിട്ടും കൺസൾട്ട് ചെയ്താലും ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് മൂവ് ബിഫോർ സ്റ്റാർട്ടിങ്. എന്തായാലും ഇത്രയും അധികം നേരം നമ്മളോടൊപ്പം സംസാരിക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തത് CA ജേസൺ മണ്ഡപത്തിലാണ് ഫ്രം ഹുസൈൻ അൽ ഷംസി. നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും CA ജേസൺ മണ്ഡപത്തിലുമായി വീണ്ടും ചേരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.